ശ്രീദാമോദർ പ്രസാദ് കേന്ദ്രം ആരോഗ്യമേഖല ഉത്തരവാദിത്തമുള്ളതുകൊണ്ടല്ലോ 40ാമത്തെ ദിവസമായിരിക്കുന്നു ഈ സമരത്തെ 1018 കോടി രൂപ. ദാമോദർ പ്രസാദ്, ഈ 40ാമത്തെ ദിവസമായിരിക്കുന്നു ഈ സമരം. അതിനിടയ്ക്ക് പട്ടിണി സമരത്തിലേക്കും അവർ നീങ്ങിയിരിക്കുകയാണ്. അതിലിപ്പോൾ ഒരാൾ വയ്യാതെ ആശുപത്രിയിൽ ആവുകയും ചെയ്തിരിക്കുന്നു 2ാമത്തെ ദിവസമായപ്പോഴേക്കും. ഇതാണ് ഈ സമരത്തിൻ്റെ അവസ്ഥ. ഈ സമരത്തിന് വേറൊരു സ്വഭാവമാണ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്, ഗൂഢലക്ഷ്യങ്ങളാണ്. ആശമാർക്ക് സ്വന്തം നിലപാടില്ല, സ്വന്തം അഭിപ്രായമില്ല. ആശമാരെ കൊണ്ട് എന്നാണ് പറയുന്നത്. ആശമാരെ കൊണ്ട് സമരം ചെയ്യിക്കുന്നു. ഇവിടുത്തെ സ്ത്രീകൾക്ക് രാഷ്ട്രീയ ബോധവും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ബോധവും ഒന്നുമില്ലല്ലോ. അതാണ് പറയുന്നത് പാർട്ടി സെക്രട്ടറി. ഈ സമരത്തെ ഈ രൂപത്തിലാക്കിയതിന് പിന്നിലാരാണ്? അതല്ല, ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം സ്മൃതി പറഞ്ഞ ഒരു പോയിന്റ് നേരത്തെ പറഞ്ഞ കാര്യം, ഇത് നമ്മൾ കേരളം വലിയൊരു ആരോഗ്യ പ്രതിസന്ധിയിലൂടെ, ആഗോള തലത്തിന് വലിയ ആരോഗ്യ പ്രതിസന്ധിയിലൂടെ കടന്നു വരികയും നമ്മളത് അഭിമുഖീകരിക്കുകയും ആ സമയത്ത് വളണ്ടിയർ പലരും വീട്ടിലിരിക്കുക, നമ്മളിത് വളണ്ടിയർ എന്ന് വെറുതെ ഇരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വളണ്ടിയറായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ജയേന്ദ്രൻ വളണ്ടിയറായിട്ട് വന്നത്. അദ്ദേഹം പാർട്ടി ഗവൺമെൻറ് ഡിഫെൻഡ് ചെയ്യുന്ന ആളാണെങ്കിലും ഗവൺമെൻറ് പറഞ്ഞു വിട്ടാൽ നമുക്കറിയാം അത് വളണ്ടിയറാണ്. പക്ഷേ ഇവരുടെ സ്ഥിതി ആ വളണ്ടിയർ ഈ വളണ്ടിയർ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് NGO വളണ്ടിയർ ഇവിടെ നിർവഹിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ആ സമയത്ത് കോവിഡിൻ്റെ ആ അരക്ഷിതാവസ്ഥ സമയത്ത് മുൻനിര പ്രവർത്തകരായി കേരളത്തെ രക്ഷിച്ചവരാണ് ഇവർ. നമ്മൾ മത്സ്യത്തൊഴിലാളികളെ പോലെ തന്നെ ഈ ഫ്ലഡിൻ്റെ കാലത്ത് ആ മുൻനിര ഈ ആരോഗ്യ പ്രവർത്തകരെ മാനിക്കുകയും അവർക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എന്ത് വന്നത്, പ്രകടന പത്രികയിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്രകടന പത്രികയിൽ വരാനുള്ള കാരണം അതാണ്. അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന സർക്കാരാണ്. സത്യത്തിൽ ഗുണഫലം അനുഭവിച്ച സർക്കാരാണ്. ആ കോവിഡിൻ്റെ പ്രതിസന്ധി സമയത്ത് സർക്കാരിന് വേണ്ടിയിട്ട് ഒരു മുൻനിര പ്രവർത്തനം നടന്ന ആരോഗ്യ പ്രതിസന്ധി നേരിട്ട ആ ജനവിഭാഗം, അടിസ്ഥാന ജനവിഭാഗം, ആ ഒരു ഇടതുപക്ഷ സർക്കാർ തന്നെ ഇവരുടെ സംഭാവനയാണല്ലോ. യഥാർത്ഥത്തിൽ ഇവർ കൊണ്ടുകൊടുക്കുന്ന വിവരങ്ങളായിരുന്നല്ലോ അന്നത്തെ വാർത്താ സമ്മേളനങ്ങൾ. ഈ സംശയം 2021 തിരിച്ചു വന്ന സർക്കാരിൻ്റെ ഈ കോവിഡ് പ്രതിസന്ധിയിൽ സർക്കാരും ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ സർക്കാരിന് വേണ്ടി മുൻനിര പോരാടിയവരാണ് ആ തൊഴിലാളികളെ അധിക്ഷേപിക്കുന്നത്. വളണ്ടിയർ എന്ന് പറയുന്ന ഒരു തരത്തിൽ അധിക്ഷേപമായിട്ടാണ് ഉപയോഗിക്കുന്ന കാര്യം. ഇവർ വേറെ എന്തോ ചെയ്യുന്ന ആൾക്കാർ. ഈ അടിസ്ഥാന ജനവിഭാഗത്തോടുള്ള ഈ സമീപനം ഉണ്ടല്ലോ, ഇതവണ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നത് ശരിയല്ല. ഇന്ന് ഇടതെന്ന് പറയണത് എന്നൊക്കെ വിളിക്കുന്നത് CPM എന്ന് വിളിച്ചോളുന്നത്. ഇടതെന്ന് വിളിക്കുന്നത് സമീപനമല്ല അത്. രണ്ടാമത്തെ കാര്യം, ഇത്തരം അടിസ്ഥാന തൊഴിലാളി വർഗ്ഗ സമരം ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് ലേബർ ഹിസ്റ്ററിയുടെ ആർക്കൈവ്സ് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊക്കെ ആറോൺ മുതലാളിയൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഈ തൊഴിലാളി ഇറക്കി വിട്ടിരിക്കുന്നത് ഗുണ്ടകളെയും ഇറക്കിയിരുന്നു. അത്രയും ഇറക്കാനുള്ള ധൈര്യം പകരം പോലീസ് ഇറക്കിയിരിക്കും. ഇതങ്ങ് കമ്മ്യൂണിസ്റ്റ് സമരത്തിൻ്റെ ലേബർ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ആർക്കൈവ്സിൽ അക്കാലത്തെ മുതലാളിമാരും ദുഷ്പ്രഭുക്കളും ജന്മിമാരും കൂടാളി യശ്മാരും പറഞ്ഞ വാക്കുകളാണ്. ഇവരൊക്കെ മറ്റാൾക്കാർ ഇറക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതേ വാക്കുകളാണെന്ന് ഉപയോഗിക്കുന്നത്. അതേ വൊക്കാബുലറി എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നു? ഇത് മാവോയിസ്റ്റുകളെന്ന് ഭാഗ്യത്തിന് പറഞ്ഞില്ല. കാര്യം മാവോയിസ്റ്റുകൾ പറഞ്ഞ കാര്യം ഭീകരവാദികളാക്കി ചിന്തിക്കുക. മാവോയിസ്റ്റുകളെന്ന് പറഞ്ഞ കാര്യം മാവോയിസ്റ്റുകളെ ഛത്തീസ്ഗഡിലൊക്കെ വേട്ടയാടി കൊല്ലാണല്ലോ കേന്ദ്ര സർക്കാർ. അപ്പോൾ കേന്ദ്ര സർക്കാരിന് വേറെ താല്പര്യത്തിൻ്റെ അകത്ത് വരും. കാര്യം മാവോയിസ്റ്റുകളായിട്ടുള്ള ഈ സംസ്ഥാന സർക്കാരിൻ്റെ ബന്ധം നമുക്കറിയാലോ. അപ്പോൾ മാവോയിസ്റ്റുകൾ എന്തോ ഭാഗ്യവശ നാളെ ഒരു മാവോയിസ്റ്റുകളെന്ന് പറയും. പണ്ട് ഭൂസമരം നടത്തിയ ഒരു മാവോയിസ്റ്റുകളെന്ന് വിളിച്ചത്. അപ്പോൾ അധിക്ഷേപിക്കുക. അതായത് ഇവിടെ തൊഴിലാളികൾ സ്വന്തമായിട്ട് ഈ CPM പുറത്ത് ആർക്ക് സമരം ചെയ്യാൻ പാടില്ല. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ലോ. 57 ചങ്ങനത്തോപ്പ് വെടിവെപ്പ് മുതൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. തൊഴിലാളികൾക്ക് വേറെ സ്വന്തമായിട്ട് അസ്തിത്വമില്ല. അവർ സ്വന്തം ഇവർ വഴി തന്നെ സമരം ചെയ്യും. അല്ലാതെ ഇവരുടെ ട്രേഡ് യൂണിയൻ കുറേ നേതാക്കളുണ്ട്. അത് നോക്കൂലി നേതാക്കൾ നയിക്കണം എന്നാൽ മാത്രമേ സമരാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. ഇവിടെ അടിസ്ഥാന ജനവിഭാഗം അവർ തന്നെ നേതൃത്വം കൂടെ സമരം, അവർക്ക് സ്വന്തമായ സംഘടന, അവർ സ്വന്തമായ പറയുമ്പോൾ ചില സമരങ്ങളിൽ കൈകോർക്കലുകൾ ഉണ്ടാകാറുണ്ടല്ലോ. വിരുദ്ധ അഭിപ്രായമുള്ളവർ, വിരുദ്ധ നിലപാടുള്ളവർ, വിരുദ്ധ രാഷ്ട്രീയ നിലപാടുകൾ, വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരെ സമരത്തിൽ യോജിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഇടതുപക്ഷം തന്നെ ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരസമിതിയിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? സുഗതകുമാരിയും കുമ്മനം രാജശേഖരും MA ബേബിയും P പ്രസാദും. ഇതെങ്ങനെയാണ് ആ കോമ്പിനേഷൻ വന്നത്? ഇത് മഴവിൽ സഖ്യമായിട്ട് ഇതിനെ പറയാൻ പറ്റുമോ? ഇതുവരെ മഴവിൽ സഖ്യത്തിലുള്ള പ്രയോഗം നടത്തുന്ന ഇത് നമുക്ക് എല്ലാവർക്കും ഒരു അധിക്ഷേപിക്കാൻ, ഈ സമരത്തെ ചെറുതാക്കി കാണാൻ, അതായത് ഇത് പൊതുജനത്തിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ പോലും അല്ല. CPMൻ്റെ അകത്ത് തന്നെ അതിൻ്റെ അകത്തൊരു വിഭാഗത്തിന് ചിലപ്പോൾ ഈ സമരത്തിന് അനുഭവമുണ്ട്. അതിൽ അടിസ്ഥാന ജനവിഭാഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് അനുഭവമുണ്ട്. അവരെ നിയന്ത്രിക്കാൻ അവർക്കുള്ള കമ്മ്യൂണിക്കേഷനാണിത്. അവരെ നിയന്ത്രിക്കാൻ വേണ്ടി അല്ലാതെ പൊതുജനത്തിന് വിലയില്ല. ഈ അഭിപ്രായമൊക്കെ പൊതുജനം പുത്തിച്ചതുള്ളൂ. ഇതൊക്കെ നേരിട്ട് കാണാവുന്ന കാര്യം മാധ്യമങ്ങളുടെ ലോകത്തും സാമൂഹ്യ മാധ്യമ ലോകത്തും രണ്ടുപേര് വല്ല തരികളെ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിലും CPM ഈ ഗവൺമെൻറ് PR വർക്ക് എടുത്ത ആൾക്കാരുടെ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിലും ഇത് മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കാതിരിക്കില്ല. അപ്പോൾ ഈ സമരം നടക്കുന്നതും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇവരെ നേരിട്ട് കാര്യം ഈ ആശാ വർക്കർമാരുടെ പ്രവർത്തനം ഗുണപരമിച്ച സമൂഹം കേരളത്തിലുണ്ട്. അവർക്കറിയാം ഇവരെന്താ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് അനുഭവമേ ഉണ്ടാവുള്ളൂ. ഈ സർക്കാരിന് ആ ഗുണഭോക്താവ് സർക്കാർ മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ തൊഴിലാളി വിരുദ്ധ സമീപനത്തിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കണമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ
ഞാനത് എല്ലാം ചരിത്രം ആവർത്തിക്കുന്ന ഞാൻ പറയുന്നില്ല, കാര്യം ആവർത്തിക്കാതിരിക്കട്ടെ, കാര്യം ശരിയില്ല. പക്ഷേ നന്ദിഗ്രാമിന് സമയത്തും അവിടുത്തെ കർഷക തൊഴിലാളികളെ വെടിവെച്ച് കൊല്ലുമ്പോൾ മഴവിൽ സഖ്യം അന്ന് ഉപയോഗിച്ച ടീമാ. അന്ന് മാവോയിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിരുന്നു. മാവോയിസ്റ്റുകളും തൃണമൂലൊക്കെ എന്താ അവസാനം ചിന്നിച്ചെതറി അടർന്ന് ഒന്നും അല്ലാതായി പോയി. അവിടെ ആ സാധനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇല്ലാതായി. അവിടെ ഇവരുമായി എന്താ പറയുക പാർട്ടി ഓഫീസുകളും ഇല്ലാതായി പോയി. ഇതിന്റെ ചരിത്രം തൊഴിലാളി സമരത്തോട് അതുകൊണ്ടാണ് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തത്. അല്ല, പല സംഘടനകളും ഇതിനകത്തുണ്ട്. അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ പല സംഘടനകളും ഇതിനെ ബന്ധപ്പെട്ട് അനുഭവം പ്രകടിപ്പിച്ചു. പക്ഷേ ഇതൊരു സ്വതന്ത്ര സംഘടനയാണ് വളരെ വ്യക്തമായി പറഞ്ഞാൽ. അതിൽ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് അതിനെ ഈ ഒരു വേറെ വ്യാഖ്യാനം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ അവകാശങ്ങൾ തെറ്റാണെന്ന് ഇവരിപ്പോഴും പറയുന്നില്ല. അത് കേന്ദ്രത്തിന് കിട്ടുന്നേ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ബാധ്യതപ്പെട്ടൊരു സർക്കാർ വളണ്ടറി എന്ന് പറഞ്ഞൊരു നിഷേധാത്മക സമീപനം എടുത്തുകൊണ്ട് ഇവരെ പെരുവഴിയിലാക്കുന്നു. അത് ആരെയാണ് ആക്കുന്നത്? ഇവരാർക്കാണ് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നത്? ആരെയാണോടാ നിഷേധാത്മക സമീപനം എടുക്കുന്നത്? ഇതിന് എന്ത് ഇടദോഷം എന്നായി തന്നെ പറയും? എന്ത് സമീപനമാണത്? ഇതിന് ഏത് തരത്തിൽ രാഷ്ട്രീയം ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ? പിന്നെ രാജേഷൊക്കെ പറയാൻ പറ്റും. രാജേഷൊക്കെ വലിയ ഉയർന്ന സ്ഥലത്തിരിക്കല്ലേ, മന്ത്രി നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നല്ല ഭംഗിയാർന്ന ഷർട്ടും ഇതൊക്കെ ഇട്ട് സന്തോഷപൂർവ്വം നല്ല വാചകങ്ങൾ ഉപയോഗിച്ച് പറയാം. ഈ തൊഴിലാളി രാഷ്ട്രീയം പറഞ്ഞാണ് ഈ ഇത്രയും കാലം നടന്നത്. ഇന്ന് അധികാരത്തിന് ശീതളച്ചായിരുന്നു പലതും പറയാൻ പറ്റും. ആൾക്കാരെ അപമാനിക്കാം, അധിക്ഷേപിത്തൊക്കെ സൗകര്യപ്പെടുന്ന സമയത്ത് ഇതെല്ലാ കാലത്ത് നിലനിൽക്കുന്ന കാര്യമില്ല. അപ്പോൾ ഇവർക്ക് അവരുടെ ആശാ വർക്കറിനുള്ള അവകാശം ഇല്ല എന്ന് പറയുന്നില്ല. കേന്ദ്രത്തിൽ പോയി വാങ്ങുന്നതാണ് പറയുന്നത്. കാര്യം CET മറ്റ് സ്ഥലങ്ങളിൽ സമരം ചെയ്യുന്നുമുണ്ട് ഇവിടെ. അപ്പോൾ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യാനും ഇതിനെ പരിഹരിക്കാനും യാതൊരു ഇവർക്കിതില്ല. അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്വതന്ത്ര സംഘടന സമരങ്ങളെ അംഗീകരിക്കാൻ പറ്റാതിരിക്കുന്നു. ഈ CPM-ൻ്റെ ഷാഠ്യമാണത്. CPM-ന് കാലങ്ങളായി CPM-ൻ്റെ ഒരു ഷാഠ്യത്തെക്കാൾ ധാർഷ്ട്യം എന്ന് തന്നെ പറയാം. CPM-ൻ്റെ ധാർഷ്ട്യം ഇതിനകത്ത് വ്യക്തമായി കാണാം. ഈ തൊഴിലാളികളോട് ഇത് നമ്മുടെ എംസോമാന ശേഷക്രിയയിലും ഒരുപക്ഷെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ വേറെ തരത്തിൽ വിപുലമായ രീതിയിൽ കാണുകയാണ്. ഈ ധാർഷ്ട്യ സമീപനം എന്തുകൊണ്ടാണ് ഈ തിരുത്താത്തത്? ഇത് എത്ര പാഠമായി ഉണ്ടായിട്ടുണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ ആലോചിക്കണം. ഈ സമരത്തോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാണ്. ഈ സമരത്തെ ഇടത് വിരുദ്ധ സമരമായി തന്നെ കാണുന്നു. അതുകൊണ്ട് അതിനെ ശക്തിയുക്തമായി തന്നെ എതിർക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.